ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് യൂറോപ്യരുടെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാരുടെ വിജയം എന്നുള്ളത്. ആ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നോക്കാം നമുക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും വളർച്ചയെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. 1600 മുതൽ 1714 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും വളർച്ച ഏത് തരത്തിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ വളരെ ലളിതമായിട്ടുള്ള തുടക്കമായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത്. 1623 കൂടി കച്ചവട താവളങ്ങൾ, അതായത് ഫാക്ടറികൾ സൂററ്റിലും ബ്രോച്ചിലും അഹമ്മദാബാദിലും ആഗ്രയിലും മസൂലിപട്ടണത്തും സ്ഥാപിച്ചു കഴിഞ്ഞു. 1623 കൂടി നിരവധി കച്ചവട താവളങ്ങൾ സൂററ്റിൽ, ബ്രോച്ചിൽ, അഹമ്മദാബാദിൽ, ആഗ്രയിൽ, മസൂലിപട്ടണത്ത് എന്നീ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിച്ചു. തുടക്കം മുതൽ തന്നെ അവരുടെ ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ കച്ചവടവും നയതന്ത്രവും അതോടൊപ്പം യുദ്ധവും ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണവും ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം ഇന്ത്യയിലേക്ക് വന്നത്, അതായത് അവരുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ലളിതമായ രീതിയിലായിരുന്നു. പിന്നീട് 1623 ആയതോടുകൂടി സൂററ്റ്, ബ്രോച്ച്, അഹമ്മദാബാദ്, ആഗ്ര, മസൂലിപട്ടണം എന്നീ വിവിധ പ്രദേശങ്ങളിൽ അവർ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരുടെ ശക്തമായ ഭരണത്തെ അവർക്ക് നേരിടേണ്ടി വരാത്തത് കൊണ്ട് ദക്ഷിണേന്ത്യയിൽ അവർ പെട്ടെന്ന് തന്നെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതായത് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നത്. മഹത്തായ വിജയനഗര രാജ്യം 1565 അട്ടിമറിക്കപ്പെടുകയും തലസ്ഥാനത്ത് ചെറുതും ദുർബലവുമായ ഏതാനും രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ മഹത്തായുള്ള വിജയനഗര രാജ്യം അധപതിച്ചത് ഏത് വർഷമാണ്? 1565 അല്ലേ. അതോടുകൂടി ഒരു സാമ്രാജ്യം തകരുമ്പോൾ ദുർബലമായ കുറേയധികം ചെറിയ ചെറിയ രാജ്യങ്ങൾ വളർന്നു വരും. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താനും ആയുധശക്തി കാണിച്ച് അത്ഭുതപ്പെടുത്താനും ബ്രിട്ടീഷുകാർക്ക് നല്ല എളുപ്പമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാർ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് 1611 മസൂലിപട്ടണത്താണ്. 1611 മസൂലിപട്ടണത്താണ് ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത്. എന്നാൽ അവർ വേഗം തന്നെ അവരുടെ പ്രവർത്തന കേന്ദ്രം എങ്ങോട്ടേക്ക് മാറ്റി? മദ്രാസിലേക്ക് മാറ്റി. മദ്രാസ് അവർക്ക് 1639 പ്രാദേശിക രാജാവ് ദീർഘകാല അവകാശമായി നൽകി കിട്ടിയതായിരുന്നു. 1639 അവിടുത്തെ പ്രാദേശിക രാജാവ് ദീർഘകാല അവകാശമായി നൽകിയതായിരുന്നു ഇത് മദ്രാസ്. തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൽ പകുതി നൽകണമെന്ന ഉപാധിയിൽ അവിടെ കോട്ട കെട്ടാനും ആ സ്ഥലം ഭരിക്കാനും നാണയമടിക്കാനും അവിടുത്തെ പ്രാദേശിക രാജാവ് ആർക്ക് അനുവാദം നൽകി? ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകി. ഇവിടെ ഫാക്ടറിക്ക് ചുറ്റും ഇംഗ്ലീഷുകാർ ഒരു ചെറിയ കോട്ട കെട്ടുകയും ചെയ്തു. അപ്പോൾ 1611 മസൂലിപട്ടണത്ത് ആദ്യത്തെ ഫാക്ടറി, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടു. 1639 മദ്രാസ് അവിടുത്തെ ഒരു പ്രാദേശിക രാജാവ് അവർക്ക് ദീർഘകാല അവകാശമായി നൽകി. മാത്രമല്ല അവിടെ കോട്ട കെട്ടാനും ആ സ്ഥലം ഭരിക്കാനും നാണയമടിക്കാനുള്ള അവകാശം അവർക്ക് നൽകി. ലാഭകൊതിയന്മാരായിട്ടുള്ള ഈ കച്ചവടക്കാരുടെ കമ്പനി സ്വന്തം രാജ്യം ആക്രമിച്ച് കീഴടക്കുന്നതിൻ്റെ ചെലവ് ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ വഹിപ്പിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഇന്ത്യയിലെ ഭരണാധികാരികളിൽ നിന്ന് തന്നെ അവരാ രാജ്യത്ത് നിലനിൽക്കുന്നതിൻ്റെ ചെലവ് അവർ വഹിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മെനഞ്ഞിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് മദ്രാസിലെ അധികാരികൾക്ക് 1683 ഒരു കത്ത് എഴുതുന്നുണ്ട്. നമ്മുടെ കോട്ടയുടെയും പട്ടണത്തിൻ്റെയും പ്രതിരോധം ഘട്ടം ഘട്ടമായി നിങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യക്കാരനായ ഒരു രാജാവിനോ ഇന്ത്യയിലെ ഡച്ച് ശക്തിക്കോ കീഴ്പ്പെടുത്താൻ ആകാത്തത്ര ശക്തമായി. എന്നാൽ ഇത്തരം പണികളുടെ മുഴുവൻ തുകയും നാട്ടുകാരെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കുന്ന നിങ്ങളുടെ ഏർപ്പാട് തുടർന്നു കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാടിനെ ആക്രമിക്കുന്നവർക്കുള്ള ചെലവും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നാട്ടിലെ ഭരണാധികാരികളിൽ, അതായത് നാട്ടുരാജാക്കന്മാർ തന്നെ
നിക്ഷിപ്തമാകുന്ന ഒരു രീതിയാണ് ഇതിൽ പറയുന്നത്. 1668 ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങി. ഉടൻ തന്നെ അവിടെ എന്ത് ചെയ്തു? കോട്ട കെട്ടുകയും ചെയ്തു. 1668 ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ആര് വാങ്ങിയത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിയത്. അപ്പോൾ ഇംഗ്ലീഷുകാർ ബോംബെയിൽ വലിപ്പമുള്ളതും പ്രതിരോധിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു തുറമുഖമായിട്ട് ബോംബെയെ അവർ കണ്ടു. ബോംബെയിൽ അങ്ങനെ ഒരു തുറമുഖത്തെ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തുറമുഖമായിട്ട് ബോംബെയെ അവർ ഉപയോഗിച്ചു. ഈ കാരണത്താലും ഉയർന്നു വരുന്ന മറാത്ത ശക്തികളായ ഇംഗ്ലീഷ് കച്ചവടം ഭീഷണി നേരിട്ടു എന്നതിനാലും പശ്ചിമതീരത്തെ കമ്പനിയുടെ ആസ്ഥാനം എന്ന നിലയിൽ സൂററ്റിനെ മറികടന്ന് ബോംബെക്ക് സ്ഥാനം കിട്ടി. അതായത് മറാത്തികളുടെ ആക്രമണം ഭയന്നുകൊണ്ടും അതുപോലെ തന്നെ ബോംബെയിൽ പ്രതിരോധിക്കാൻ എളുപ്പമുള്ള ഒരു തുറമുഖമുള്ളതുകൊണ്ടും അവരുടെ ആസ്ഥാനം പിന്നീട് എങ്ങോട്ട് മാറാൻ തുടങ്ങി? ബോംബെയിലേക്ക് മാറാൻ തുടങ്ങി. പൂർവ്വ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യ ഫാക്ടറികൾ തുടങ്ങുന്നത് എവിടെയാണ്? 1633 ഒറീസയിലാണ്. ബംഗാളിലെ ഹൂഗ്ലിയിൽ കച്ചവടം നടത്താൻ 1651 അതിന് അനുവാദം നൽകപ്പെട്ടു. ബംഗാളിലെ ഹൂഗ്ലിയിൽ കച്ചവടം നടത്താൻ 1651 അതിന് അനുവാദം നൽകപ്പെട്ടു. താമസിയാതെ ബീഹാറിലെ പാറ്റ്നയിൽ, ഒറീസയിലെ ബാലേശ്വറിലും ബംഗാളിലെ ധാക്കയിലും മറ്റിടങ്ങളിലും ഫാക്ടറികൾ തുറന്നു. അപ്പോൾ പൂർവ്വ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറികൾ എവിടെയാണ് തുടങ്ങിയത്? 1633 ഒറീസയിലായിരുന്നു. ബംഗാളിലെ ഹൂഗ്ലിയിൽ കച്ചവടം നടത്താൻ 1651 അതിന് അനുവാദം നൽകപ്പെട്ടു. താമസിയാതെ ബീഹാറിലെ പാറ്റ്നയിലും ഒറീസയിലെ ബാലേശ്വറിലും ബംഗാളിലെ ധാക്കയിലും മറ്റിടങ്ങളിലുമൊക്കെ ഫാക്ടറികൾ തുറക്കപ്പെട്ടു. ബംഗാളിലും സ്വതന്ത്രമായൊരു കേന്ദ്രം ഉണ്ടാകണമെന്ന് ആരാഗ്രഹിച്ചു? കമ്പനി ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നതിനെ പറ്റി സ്വപ്നം കണ്ടു. കച്ചവടത്തിൽ സ്വാതന്ത്ര്യം മുഗളരെ കൊണ്ട് ബലമായിട്ട് അനുവദിപ്പിക്കാനും കുറഞ്ഞ വിലക്ക് വിൽക്കാനും കൂടിയ വിലക്ക് വാങ്ങാനും ഇന്ത്യക്കാരെ നിർബന്ധിക്കാനും എതിരാളികളായിട്ടുള്ള യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാരെ അകറ്റി നിർത്താനും ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സ്വാധീനമില്ലാതെ കച്ചവടം നടത്തിക്കൊണ്ടു പോകാനുമൊക്കെ സാധിക്കുമെന്ന് ഇംഗ്ലീഷുകാർ സ്വപ്നം കണ്ടു. അപ്പോൾ അവരുടെ സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതായത് കച്ചവടത്തിൽ സ്വാതന്ത്ര്യം മുഗളരെ കൊണ്ട് ബലമായി അനുവദിപ്പിക്കുക, 1. 2, കുറഞ്ഞ വിലക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കുക, കൂടിയ വിലക്ക് ഇന്ത്യയിലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുക. എങ്ങനെയായാലും ലാഭം അവർക്ക്. ഇന്ത്യക്കാരെ അതിനുവേണ്ടി നിർബന്ധിക്കാം. അതുപോലെ എതിരാളികളായ യൂറോപ്പിൽ നിന്നുള്ള കച്ചവടക്കാരെ അകറ്റി നിർത്തുക. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സ്വാധീനമില്ലാതെ കച്ചവടം നടത്തിക്കൊണ്ടുപോവുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവരുടെ സ്വപ്നങ്ങൾ. അപ്പോൾ ഭൂനികുതി കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതായത് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം അവരുടെ കൈകളിലേക്ക് എങ്ങനെ എത്തിക്കാം, ഇന്ത്യയിലെ സമ്പത്ത് ഏതൊക്കെ തരത്തിൽ അവർക്ക് വസൂലാക്കാം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അക്കാലത്ത് ഇത്തരം ആശയങ്ങൾ അവർ പരസ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1687 ഡയറക്ടർമാർ മദ്രാസിലെ ഗവർണറെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്: വരുന്ന കാലമെല്ലാം ഇന്ത്യയിൽ വലുതും സുസ്ഥിരവും ഉറപ്പുള്ളതുമായ ഇംഗ്ലീഷ് അധികാരത്തിൻ്റെ അടിസ്ഥാനം എന്ന നിലയിൽ ഉദ്യോഗസ്ഥ സൈനിക ശക്തികളെ സൃഷ്ടിക്കാനും ഉറപ്പോടെ പരിപാലിക്കാനും കഴിയുന്ന നയങ്ങൾ ഇവ രണ്ടിനെയും സംബന്ധിച്ച് കൈക്കൊള്ളുക. അപ്പോൾ 1689 അവർ പ്രഖ്യാപിക്കുന്നുണ്ട്: വരുമാനം വർദ്ധിപ്പിക്കൽ, കച്ചവടം എന്നീ വിഷയങ്ങളിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. 20 അപകടങ്ങൾ ഞങ്ങളുടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ശക്തി നിലനിർത്തുന്നത് ഇതാണ്. ഇന്ത്യയിൽ ഞങ്ങളെ ഒരു രാഷ്ട്രമാക്കുന്ന ഇതാണ്. അതായത് കച്ചവടം, വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് അവരിവിടെ നിലനിർത്തുന്ന ഘടകം. അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. 1686 ഹൂഗ്ലി കൈക്കലാക്കി ചക്രവർത്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഇംഗ്ലീഷുകാരും മുഗൾ ചക്രവർത്തിയും തമ്മിൽ ശത്രുതയിലായി. പക്ഷേ ഇംഗ്ലീഷുകാർ സാഹചര്യത്തെ തെറ്റായി മനസ്സിലാക്കുകയും മുഗൾ ശക്തിയെ കുറച്ച് കാണുകയും ചെയ്തു. ഔറംഗസീബിന് കീഴിൽ മുഗൾ സാമ്രാജ്യം അപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചു സൈന്യങ്ങളെക്കാൾ എത്രയോ മികച്ചതായിരുന്നു. ആ യുദ്ധം അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരെ ബംഗാളിലെ ഫാക്ടറിയിൽ നിന്ന് ഓടിച്ചു വിടുകയും ഗംഗയുടെ അഴിമുഖത്ത് മലമ്പനി ബാധിതരായ ഒരു ദ്വീപിൽ അഭയം തേടാൻ നിർബന്ധരാകുകയും ചെയ്തിട്ടുണ്ട്. സൂററ്റ്, മസൂലിപട്ടണം, വിശാഖപട്ടണം എന്നിവിടങ്ങളിലെ ഫാക്ടറികൾ പിടിച്ചെടുക്കുകയും ബോംബെയിലെ കോട്ടയെ വലയം ചെയ്യുകയും ചെയ്തു. അപ്പോൾ മുഗൾ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് ശക്തിയില്ല എന്ന് അവർക്ക് മനസ്സിലായി.
അന്നേരം അവരെന്ത് ചെയ്തു? വിനീതരായിട്ട് മാറി. എന്നിട്ട് എന്ത് ചെയ്തു? അവരോട് ക്ഷമ ചോദിച്ചു. തങ്ങൾ ചെയ്തു പോയ അക്രമം ക്ഷമിക്കണേ എന്ന് അവർ പറഞ്ഞു. ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സംരക്ഷണത്തിൽ കച്ചവടം ചെയ്യാനുള്ള സന്നദ്ധത അവർ അറിയിച്ചു. അവർ പാഠം പഠിച്ചു എന്നത് വ്യക്തമാണ്. അങ്ങനെ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് കച്ചവട ആനുകൂല്യം നേടാൻ വേണ്ടി അവർ പാദസേവ ചെയ്ത് വിനീതരായിട്ട് അവരോട് അഭ്യർത്ഥിച്ചു. ഇംഗ്ലീഷുകാരുടെ വിഡ്ഢിത്തം മുഗൾ അധികാരികൾ പെട്ടെന്ന് ക്ഷമിച്ചു. നിരുപദ്രവകാരികളെന്ന് തോന്നിക്കുന്ന വിദേശികളായ ഈ കച്ചവടക്കാര് ഒരു ദിവസം രാജ്യത്തിന് ഗൗരവമായ ഭീഷണി ഉയർത്തുമെന്ന് അവർക്ക് അന്നറിയാൻ ഒരു മാർഗമില്ലായിരുന്നു. അതിനു പകരം കമ്പനി നടത്തിപ്പോന്ന വിദേശ വാണിജ്യം ഇന്ത്യയിലെ കൈത്തൊഴിലുകാരെയും കച്ചവടക്കാരെയും സഹായിച്ചുവെന്നും അക്കൂട്ടത്തിൽ രാജ്യഭണ്ഡാരത്തെ സമ്പന്നമാക്കിയെന്നുമാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ കരയിൽ ദുർബലരായിരുന്നുവെങ്കിലും നാവിക മേധാവിത്വം മൂലം ഇറാൻ, പശ്ചിമേഷ്യ, ഉത്തരാഫ്രിക്ക, പൂർവേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വാണിജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു ആര്? ഇംഗ്ലീഷുകാർ. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ വിഡ്ഢിത്തം, അതായത് അവരുടെ വിനയത്തിൽ ആരങ്ങ് വീണു? മുഗളർ വീണു. അവർ എന്ത് ചെയ്തു? അവരെ നിരുപദ്രവകാരികളെന്ന് തോന്നിക്കുന്ന വിദേശികളായ ഈ കച്ചവടക്കാർ എന്ത് ചെയ്തു? ഒരു ദിവസം രാജ്യത്തിന് ഗൗരവമായ ഭീഷണി ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ കമ്പനി നടത്തിപ്പോകുന്ന വിദേശ വാണിജ്യം ഇന്ത്യയിലെ കൈത്തൊഴിലുകാരെയും കച്ചവടക്കാരെയും സഹായിക്കുന്നു എന്ന രീതിയിലാണ് ആർക്ക് മനസ്സിലായത്? മുഗളർക്ക് മനസ്സിലായത്. ഇതിലൂടെ രാജ്യഭണ്ഡാരത്തിലെ സമ്പത്ത് കുഞ്ഞുകൂടുന്നവർ അവർക്ക് തോന്നി. അതോടുകൂടി അവർ കച്ചവടത്തിനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കരയിൽ ദുർബലരായിരുന്നുവെങ്കിലും നാവിക മേധാവിത്വം മൂലം ഇറാൻ, പശ്ചിമേഷ്യ, ഉത്തരാഫ്രിക്ക, പൂർവേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വാണിജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു ആര്? ഇംഗ്ലീഷുകാർ. അതുകൊണ്ട് തന്നെ 1,50,000 രൂപ നഷ്ടപരിഹാരം അടച്ച് കച്ചവടം തുടർന്നു കൊള്ളുവാൻ ഔറംഗസീബ് അവരെ അനുവദിച്ചു. 1698 സുത്തനത്തി, കാലിക്കത്ത, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങളുടെ ജമീന്ദാരി അവകാശം ആർക്ക് കൊടുത്തു? കമ്പനിക്ക് കൊടുത്തു. മാത്രമല്ല ഫാക്ടറിക്ക് ചുറ്റും വില്യം കോട്ട പണിതു. ഈ ഗ്രാമങ്ങൾ വേഗത്തിൽ ഒരു നഗരമായി വളർന്നു. പിന്നീട് അത് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. ഏതൊക്കെ പ്രദേശങ്ങളാണ്? സുത്തനത്തി, കാലിക്കത്ത, ഗോവിന്ദപൂർ. 1698 ആർക്ക് കിട്ടുന്നത്? ഇംഗ്ലീഷുകാർക്ക് കിട്ടുന്നത്. ഇതാണ് പിന്നീട് കൽക്കട്ട എന്ന പേരിൽ വികസിക്കുന്നത്. അപ്പോൾ 1691 ലഭ്യമായ പദവികൾ ഉറപ്പിച്ചുകൊണ്ടും അവ ഗുജറാത്തിലേക്കും ഡെക്കാനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടും ഫാറൂഖ് സിയാർ ചക്രവർത്തിയിൽ നിന്ന് ഒരു ഫർമൻ 1717 കമ്പനി കരസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ 1691 ലഭ്യമായ പദ്ധതികൾ ഉറപ്പിച്ചുകൊണ്ടും അവ ഗുജറാത്തിലേക്കും ഡെക്കാനിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടും ഫറൂഖ് സിയാർ ചക്രവർത്തിയിൽ നിന്ന് ഒരു ഫർമൻ 1717 കമ്പനി കരസ്ഥമാക്കി. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ബംഗാൾ ഭരിച്ചത് മുർഷിദ് ഖൂലി ഖാൻ, അലി വർദി ഖാൻ എന്നിങ്ങനെയുള്ള ശക്തരായിട്ടുള്ള നവാബുമാരായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് കച്ചവടക്കാർക്ക് മേൽ അവർ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അവരുടെ പദവികൾ ദുരുപയോഗം ചെയ്യുന്നതിന് അവർ വിലക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൽക്കട്ടയിലെ കോട്ടകൾ കൂടുതൽ ശക്തമാക്കാനോ നഗരത്തെ സ്വതന്ത്രമായി ഭരിക്കാനോ ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകിയില്ല? മുർഷിദ് ഖൂലി ഖാനും അലി വർദി ഖാനും, അതായത് ബംഗാളിലെ നവാബുമാര്. ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നവാബിന്റെ ഒരു ജമീന്ദാറായി മാത്രം തുടരുകയാണ് ചെയ്തത്. അപ്പോൾ കമ്പനിയുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ നടക്കാതെ പോയെങ്കിലും മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ കമ്പനിയുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയുടെ ഇറക്കുമതി 1708 5 ലക്ഷം പൗണ്ടിൽ നിന്ന് 1740 17,95,000 പൗണ്ടായിട്ട് വർദ്ധിച്ചു. മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ വികസിച്ചുകൊണ്ടിരുന്ന നഗരങ്ങളുടെ കേന്ദ്രഭാഗങ്ങളായിട്ട് മാറി. അപ്പോൾ ഇന്ത്യക്കാരായ അനേകം കച്ചവടക്കാരും പണമിടപാടുകാരും ഈ നഗരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇത് ഭാഗികമായിട്ട് ഈ നഗരങ്ങളിൽ ലഭ്യമായിരുന്ന പുതിയ കച്ചവട അവസരങ്ങൾ കൊണ്ടും ഭാഗികമായ മുഗൾ സാമ്രാജ്യത്തിന്റെ വിഘടനത്താൽ പുറത്തു നിലനിന്ന അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും കൊണ്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ജനസംഖ്യ മദ്രാസിലെ 3 ലക്ഷം, കൽക്കട്ടയിൽ 2 ലക്ഷം, ബോംബെയിൽ 70,000 എന്നിങ്ങനെ വർദ്ധിച്ചു. അപ്പോൾ കമ്പനിയുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളൊന്നും തന്നെ നടന്നില്ലെങ്കിലും അവരുടെ കച്ചവടത്തിൽ ക്രമാതീതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കിയെടുക്കാനും ഇറക്കുമതിയെ, അതായത് ഇംഗ്ലണ്ടിലേക്കുള്ള ഇറക്കുമതി ക്രമാതീതമായ തോതിൽ വർദ്ധിക്കാനും
കാരണമായിട്ടുണ്ട്. 1600 ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശുഭപ്രതീക്ഷ മുനമ്പിന് കിഴക്കോട്ടുള്ള വാണിജ്യം നടത്താനുള്ള പദവി മൊത്തമായി 15 വർഷത്തേക്ക് അനുവദിച്ചു കൊടുത്തതാണ്. അപ്പോൾ 1600 ചാർട്ടറിൽ എന്താണ് പറഞ്ഞത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശുഭപ്രതീക്ഷ മുനമ്പിന് കിഴക്കോട്ടുള്ള വാണിജ്യം നടത്താനുള്ള പദവി 15 വർഷത്തേക്ക് വിട്ടുകൊടുത്തതാണ്. അപ്പോൾ കമ്പനി തങ്ങളിലേക്ക് മാത്രം അടഞ്ഞു കിടന്ന ഒരു കോർപ്പറേഷനോ കുത്തകയോ ആയിരുന്നു. ഇന്ത്യയിൽ കമ്പനിയുടെ ഒരു ഫാക്ടറി സാധാരണഗതിയിൽ സമ്പന്നശാലകളും ഓഫീസുകളും ഉദ്യോഗസ്ഥരുടെ ഭവനങ്ങളും ഉൾക്കൊള്ളുന്നതും കോട്ട കെട്ടി തിരിച്ചതുമായുള്ള ഒരു പ്രദേശമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഉൽപാദനവും ഈ ഫാക്ടറികളിൽ നടന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് വളരെ താഴ്ന്ന ശമ്പളമാണ് നൽകിയിരുന്നത്. ഇന്ത്യയിൽ സേവനം ചെയ്യുന്നതിന് താല്പര്യം കാണിക്കാൻ കാരണമായ യഥാർത്ഥ വരുമാനം ലഭിച്ചത് രാജ്യത്തിനുള്ളിൽ സ്വകാര്യ കച്ചവടം നടത്തിക്കൊണ്ടു പോകാൻ അനുവദിച്ചതെന്നായിരുന്നു. അതേസമയം ഇന്ത്യക്കും യൂറോപ്പിനും മധ്യയുള്ള വാണിജ്യം കമ്പനിക്ക് മാത്രം ഉള്ളതായിരുന്നു. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് വളരെ താഴ്ന്ന ശമ്പളം നൽകി ഇന്ത്യയിൽ സേവനം ചെയ്യുന്നതിന് താല്പര്യം കാണിക്കാൻ കാരണമായ യഥാർത്ഥ വരുമാനം ലഭിച്ചത് രാജ്യത്തിനുള്ളിൽ അവർ സ്വകാര്യ കച്ചവടം നടത്തിയപ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ കച്ചവടത്തിൽ അവർ കൂടുതൽ താല്പര്യം കാണിച്ചു. അതേസമയം ഇന്ത്യക്കും യൂറോപ്പിനും മധ്യയുള്ള വാണിജ്യം ആരുടെ കൈകളിൽ മാത്രമായിരുന്നു? കമ്പനിയുടെ കൈകളിൽ മാത്രമായിരുന്നു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ദക്ഷിണേന്ത്യയിലെ ആംഗ്ലോ ഫ്രഞ്ച് പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.